തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെ ചൂഷണം ചെയ്യരുത്, അവിടെയുള്ള ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഇന്ത്യയുടെ വലിയൊരു നയം മാറ്റം കാണാൻ കഴിയുന്നത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സമീപനമാണ്. താലിബാന്റെ മുൻകാല നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്ന ഇന്ത്യ താലിബാനുമായിട്ടിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നു. അഫ്ഗാനിസ്ഥാൻ ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഹ്യൂമൻ റൈറ്റ്സിന് അഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നില്ല, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആസ് യൂഷ്വൽ വെസ്റ്റേൺ ലോകത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു രാജ്യത്തിനെതിരായിട്ട് അവരുടെ ഒരു സ്ട്രാറ്റജിയാണത്. അപ്പോൾ ആ തരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഒരു പുതിയൊരു നീക്കം UN നടന്നു. ശരിയാണ്, അഫ്ഗാനിസ്ഥാനിൽ കുറെ കുഴപ്പങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടതാണ്. ഒരു 6 വയസ്സുള്ള കുട്ടിയെ ഒരു 40, 50, 60 വയസ്സായ ഒരു പടുകിഴവൻ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു. ഒടുവിൽ താലിബാൻ ഇടപെട്ടിട്ട് അത് നിർത്തിവെപ്പിച്ചു. പക്ഷെ അപ്പോഴും 9 വയസ്സ് കഴിഞ്ഞിട്ടാകാം എന്ന് താലിബാൻ പറഞ്ഞു എന്നാണ് വാർത്തകളിൽ വരുന്നത്. ഇത്തരത്തില് ശൈശവ വിവാഹം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുണ്ട്. പിന്നെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇത് കണ്ടിട്ട് അഫ്ഗാനിസ്ഥാനെ അങ്ങ് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലും ശൈശവ വിവാഹം നിലനിന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് നമ്മൾ എടുത്ത് കളഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് അഫ്ഗാനിസ്ഥാനിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് മതപരമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ ആസക്തി കാരണമാണെങ്കിലും. പക്ഷെ അത് ചെറുക്കപ്പെടേണ്ടതാണ്, തടയേണ്ടതാണ്. അതിന് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ശത്രുത ഉണ്ടാക്കിയിട്ട് അത് സാധിക്കില്ല. തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഗവൺമെന്റുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ രാജ്യത്തിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ ശത്രുവായി കണ്ടതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഉത്തര കൊറിയയായിട്ട് അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേത് അവരുമായിട്ടൊരു സഹകരണം നിലനിർത്തി കഴിഞ്ഞാൽ നയതന്ത്ര തലത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാനും അതിൽ പടിപ്പടിയായിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്ത്യ വിചാരിച്ചാലും സാധിക്കും. കാരണം അഫ്ഗാനിലെ ജനതയുമായിട്ട് അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയോട് അവർക്ക് വലിയ കാര്യമാണ്, വളരെ വർഷങ്ങളായി തന്നെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ വീണ്ടും ഒറ്റപ്പെടുത്താനും അവരെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി കാണാനും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താവും? എന്തായാലും അഫ്ഗാനിസ്ഥാന്റെ വിധിയാണ് താലിബാൻ ഭരണകൂടം തന്നെ ആയിരിക്കും അങ്ങോട്ട്. ആ വിധിയിൽ നിന്ന് അവർക്ക് എന്തായാലും മോചനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 20 വർഷത്തിലേറെ അമേരിക്ക ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണ്. അമേരിക്ക മാത്രമല്ല, എൻറ്റയർ വെസ്റ്റേൺ വേൾഡ് ട്രൈ ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അപ്പം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ മാറ്റി നിർത്താം, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുത്താം. പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. അഫ്ഗാനിസ്ഥാൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലും പരിഹാരം കാണാൻ കഴിയില്ല. അപ്പം നമുക്ക് അവരുമായി സഹകരിക്കുക എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ അവരുമായിട്ട് സഹകരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അവരോട് പലതും ആവശ്യപ്പെടാം. നമ്മളുമായിട്ടുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ സ്വാഭാവികമായിട്ട് അവർ പലതും അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞത് ഈ തീവ്രവാദം, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ ചൂഷണം ചെയ്യരുത് എന്നാണ് ഇന്ത്യ പറഞ്ഞത്. എന്നിട്ട് പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പൊതുവെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ കൃത്യമായി പറഞ്ഞു, ശരിയാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷത്തെ ബന്ധം അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്, ചരിത്രപരമായ ബന്ധമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്ക് ദോഷമുണ്ടാവുന്ന ഒരു കാര്യത്തിനും ഇന്ത്യക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു ചൂഷണം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പ്രമേയത്തിൽ ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുക കൂടി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്. കാരണം പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ ഭരണകൂടമാണെന്ന് ഓർക്കണം. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചയും ഒക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ താലിബാൻ ഭരണകൂടമാണ് അഫ്ഗാനിസ്ഥാന്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആ രാജ്യവുമായിട്ട് ഇപ്പോൾ എടുക്കുന്നത്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സൗഹൃദത്തെ മെച്ചപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിലവിലെ ഭരണകൂടവുമായിട്ട് സഹകരിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളെ പഹൽഗാം ആക്രമണം ഇവിടെ ഉണ്ടായപ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് തന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവർ നമുക്ക് സപ്പോർട്ട് തന്നു. അപ്പം അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഒരു പ്രമേയം വന്നപ്പോൾ അതിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് ഇന്ത്യ അതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തു. ഇത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.